കാലം താനേ താരാട്ടും. നാടാവുന്ന ആ എന്തു പറയാനാണ് വന്നതെന്നറിയാമോ? നമ്മളെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ആടിനെ പോലെ ആവുക, പട്ടിയെ പോലെ ആവരുത്. ഇഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങാൻ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്നിട്ട് ആട് അതുപോലെയാണ്. രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ അതിരാവിലെ എണീക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ്. പക്ഷെ ചില പട്ടികളുണ്ടടെ പാതിരാകുമ്പോഴത്തേക്കും ഒരു കാറി കയറിയിരുന്ന് വെല്ലുവിളിയും ചോദ്യങ്ങളുമായിട്ട് വരും. അതിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എടി നീ ലിവിങ് ടുഗദർ അല്ലേ എടി, നീ ലിവിങ് ടുഗദറായിട്ടല്ലേ എടി ജീവിക്കുന്നതെന്ന്. എടി എൻ്റെ ഭർത്താവിൻ്റെ വെപ്പാട്ടി എന്ന് പേര് വന്നാൽ പോലും ഞാനത് ഭയങ്കര സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് പറയണ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തോന്ന് എൻ്റെ മക്കളുടെ പേര് ആദം ബീൻ ഹവ്വ, അല്ല ആദം ഹവ്വ എന്നൊക്കെയാണെന്ന്. എടി അവരുടെയൊക്കെ പേരിൻ്റെ വാലുണ്ടടി. ആദം ബീൻ, ഹവ്വ ബീൻ, ദിൽമ ബീൻ, ആദിൽ ബീൻ, ദിയ ബീൻ, ആഷിയാദ് ബീൻ സുൽത്താൻ. അപ്പം ഇവരുടെയൊക്കെ പേരിൻ്റെ ബേക്കിൽ ഒരു പേരാണടി ഉള്ളത്. അല്ലാതെ നിൻ്റെ മക്കളുടെ പേരിൻ്റെ ബേക്കിൽ ഒരു ഉപ്പാൻ്റെ പേരിടാൻ പോലും പറ്റിയിട്ടില്ല. അതായത് മുസ്ലിങ്ങളിൽ ഭാര്യമാരുടെ പിറകിൽ ഭർത്താക്കന്മാരുടെ പേരിടലില്ല. നിനക്ക് നിൻ്റെ മക്കളുടെ പേരിൻ്റെ ബേക്കിൽ പോലും അവരുടെ സന്ധ്യാൻ്റെ പേരിടാൻ യോഗമില്ലാത്തവളെ തവളെ. നിൻ്റെ മക്കളുടെ പേരിൻ്റെ പിറകിൽ പോലും അവരുടെ തന്തമാരുടെ പേരിടാൻ യോഗമില്ലാത്തവള് എന്നെ എൻ്റെ ഭർത്താവിൻ്റെ വെപ്പാട്ടിന്ന്. എടിയത് ഞാൻ അഭിമാനത്തോടു കൂടി സ്വീകരിക്കൂടി ആ പേര്. കാരണം ഞാൻ ആ മനുഷ്യനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ മനുഷ്യൻ്റെ പേര് ചേർത്ത് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം അതെൻ്റെ ജീവൻ്റെ പാതിയാണ്, എൻ്റെ ആത്മാവാണ്. എൻ്റെ മക്കളുടെ പേരിൻ്റെ പിറകിലൊക്കെ നോക്കടി, അവരുടെ ഉപ്പാര പേരുണ്ട്. അതായത് ഞാൻ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന, ഞാൻ വെപ്പാട്ടിയായിട്ട് ജീവിക്കുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ പേരുണ്ടടി.